ദേശീയപാത മലപ്പുറം തലപ്പാറയിൽ അപകടം. ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് കാറുകളിലും ലോറിയിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. 7 പേർക്ക് പരിക്കേറ്റു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിഷാദാണ് ചേരുന്നത്. ജിഷാദ്, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? പരിക്കേറ്റവരുടെ സ്വദേശം, അത്തരം വിവരങ്ങളും ലഭ്യമാണോ? അഭിലാഷ്, ഇന്ന് തിങ്കളാഴ്ച പുലർച്ചെ 1:30 മണിക്കായിരുന്നു അപകടം. മധുരയിൽ നിന്നും ഗുരുവായൂരിലേക്ക് തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ്സാണ് കാറിലും 2 കാറുകളിലും ലോറിയിലും ഇടിച്ചത്. ഇതിൽ അപകടത്തിൽ പരിക്കുപറ്റിയ യാത്രക്കാർ ഇടുക്കി സ്വദേശികളും അതുപോലെ കാർ യാത്രക്കാരൻ തമിഴ്നാട് സ്വദേശിയുമാണ്. തമിഴ്നാട് സ്വദേശിക്ക് പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട്ടെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബസ് യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല. അഭിലാഷ്, ഈ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണല്ലോ അതിപ്പോൾ പ്രാഥമിക വിവരം എന്നതിനപ്പുറത്ത് മറ്റേതെങ്കിലും തരത്തിൽ ഈ വാഹനം അമിത വേഗതയിലായിരുന്നോ? അത്തരം വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, ഇന്ന് പുലർച്ചെ ഇവിടെ മലപ്പുറം ജില്ലയിൽ പല സ്ഥലങ്ങളിലും വേനൽ മഴ ലഭിച്ചിരുന്നു. ഇത് കാരണം തന്നെ റോഡിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ഇത് കാരണം തന്നെ രാത്രിയിൽ കാണാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നിരുന്നു. അത് കാരണം തന്നെ ബസ് അമിത വേഗതയാണോ എന്ന സംശയമുണ്ട്. പിന്നെ കൂടാതെ ഈ മഴ കാരണം തന്നെ റോഡ് കാണാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ അപകടം നടന്നത്. അഭിലാഷ്, തീർച്ചയായും ജിഷാദ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കേരളത്തിൽ പരക്കെ തന്നെ മഴ ലഭിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ദൂരപരിധിയിൽ അടക്കം ആളുകൾക്ക് വാഹനം ഓടിക്കുമ്പോൾ സാധാരണ കിട്ടുന്ന കാഴ്ചാപരിധി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പക്ഷേ അതും അപകടത്തിന് കാരണം ആയിട്ടുണ്ടാകാം. പുലർച്ചെയാണ് അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. എങ്ങനെയാണ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചതാണോ? വാഹനം അമിത വേഗതയിലായിരുന്നോ? അല്ല എങ്കിൽ സൂചിപ്പിച്ചതുപോലെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണോ എന്നതിലൊക്കെ വ്യക്തത കൈവരണം.